ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെട്ടി ടോക്സ്. ചില വാർത്തകൾ വായിക്കാനോ കേൾക്കാനോ പോലുള്ള ധൈര്യം നമ്മൾക്കുണ്ടാവില്ല. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും ന്യൂസ് ആണെങ്കിൽ ചങ്കിടിപ്പോടെയായിരിക്കും നമ്മളിൽ പലരും അത് കണ്ടു തീർക്കുക. അങ്ങനെ ഒരു വാർത്തയിലൂടെയാണ് ഇന്നലെ നമ്മൾ കടന്നുപോയത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നോമനെ അമ്മയുടെ കാമുകനായ അഷ്കർ എന്നു പേരുള്ള ഒരു പരനാറി രാക്ഷസ ജന്മം എടുത്തവൻ ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞു. 3 മാസത്തോളം നരകയാതന അനുഭവിച്ചിട്ടാണത്രേ ആ പൊന്നോമനയ്ക്ക് ജീവൻ നഷ്ടമായത്. അർഷിദ് എന്നു പേരുള്ള കുഞ്ഞിന്റെ അമ്മ അഖില, അവളെയൊക്കെ അമ്മയെന്ന് പോലും വിളിക്കരുത്, അഖില എന്ന രാക്ഷസിയുടെ ജാരനാണ് നെടുമങ്ങാട് പനവൂർ സ്വദേശിയായ അഷ്കർ എന്ന ഈ കാലൻ. ഇവൻ മാസങ്ങളായിട്ട് കുഞ്ഞിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് അഖിലയ്ക്കും അറിയാമായിരുന്നു. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു ശരീരത്തിന് എത്രത്തോളം വേദന താങ്ങാനാകുമോ അതിന്റെ 1000 ഇരട്ടി സഹിച്ചിട്ടാണ് ആ കുഞ്ഞിന് ജീവൻ വെടിയേണ്ടി വന്നത്. സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചും വാരിയലുകൾ ചവിട്ടിപ്പൊട്ടിച്ചും കൊല്ലാക്കൊല ചെയ്താണ് അഷ്കർ ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്. സത്യമായിട്ട് ഞാനിത് പറയുമ്പോഴും നെഞ്ചിന്റെ ഉള്ളിലെ വിങ്ങല് കണ്ണുനീരായിട്ട് എന്റെ കണ്ണിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അഷ്കർ എന്ന ആ നാറി എത്ര ക്രൂരനായിരിക്കും അല്ലേ! ചോര കുടിക്കുന്ന ഡ്രാക്കുള ഇവനെക്കാളും ഭേദമായിരിക്കും. സാധാരണ ദുഷ്ടന്മാരെ നമ്മൾ മൃഗങ്ങളോട് ഉപമിക്കാറുണ്ട്. പക്ഷെ എന്തിനാണ് ഇത്ര നികൃഷ്ട മനുഷ്യരെ മൃഗങ്ങളോട് ഉപമിക്കുന്നത്? ഈ മൃഗങ്ങൾക്ക് പോലും സ്വന്തം കുഞ്ഞുങ്ങൾ ജീവനേക്കാൾ പ്രിയപ്പെട്ടതായിരിക്കും. ഒരിത്തിരി ദയയും മനുഷ്യപ്പറ്റുള്ള ഒരാളും ഒരിക്കലും കുഞ്ഞുങ്ങളോട്, അതിപ്പോ മനുഷ്യന്റെ കുഞ്ഞായാലും മറ്റു ജീവികളുടെ കുഞ്ഞായാലും ഇത്ര ക്രൂരതയോടെ പെരുമാറില്ല. അപ്പൊ ഇവൻ എന്ത് തരം ജീവിയായിരിക്കും? മനുഷ്യന്റെ രൂപം കൊണ്ട സാത്താനേക്കാൾ അധപ്പതിച്ചൊരു വൃത്തികെട്ട ജന്മമാണ് ഈ അഷ്കർ എന്ന് പറയുന്നത്. ഈ അഷ്കറിന്റെ ആദ്യ ഭാര്യ പാലോട് സ്വദേശിനി ആമിന ഇവന്റെ കൊല്ലാക്കൊലകളിൽ നരകിച്ച് ജീവച്ചവം പോലെ ഇപ്പോഴും ഉണ്ട്. ഈ ആമിനയെ കൊല്ലാക്കൊല ചെയ്യാൻ അഷ്കറിന്റെ ഉമ്മയും സഹോദരിയും കൂട്ടുനിന്നിരുന്നത്ര. ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്ത ഒരുത്തൻ ഇപ്പോഴും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നു എന്നത് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികളുടെയും നിയമപാലകരുടെയും കഴിവുകേടുകൊണ്ടും ഉളുപ്പില്ലായ്മ കൊണ്ടും മാത്രമാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കൊല്ലാക്കൊല ചെയ്തിട്ട് മറ്റൊരു പിഞ്ചു കുഞ്ഞിനെ കൂടി കൊലക്കി കൊടുക്കാൻ ഇവന് കഴിയില്ലായിരുന്നു. സ്വന്തം അധികാര പരിധിയിലുള്ള ഒരു കുടുംബത്തെ പോലും ശ്രദ്ധിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ആ നാട്ടിൽ ഒരു പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ, എന്തിനാണ് ആ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷൻ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും കഴിവുകേട് ഈ സർക്കാരെങ്കിലും തിരുത്താൻ തയ്യാറാവുമോ? നിങ്ങൾ വലിയ മല മറിക്കണമെന്നൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് കുഞ്ഞുങ്ങൾക്കെതിരെ ഇത്തരം ക്രൂരത ചെയ്യുന്നവന്മാരെയെങ്കിലും എൻകൗണ്ടറിൽ ഒന്ന് തീർത്തു തരാൻ പറ്റുമോ? എന്തിനാണ് അറസ്റ്റ് ചെയ്ത് തിന്ന് കൊഴുപ്പിച്ച് ജാമ്യം കൊടുത്ത് ഇത്തരക്കാരെ വീണ്ടും സമൂഹത്തിന് ദ്രോഹം ചെയ്യാനായിട്ട് ഇറക്കി വിടുന്നത്? ഈ അഷ്കറും അഖിലയും ചത്ത് തൊലയണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഭരണാധികാരികളെ, ഈ സമൂഹത്തിനോട് എന്തെങ്കിലും ഉത്തരവാദിത്വമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇരുവരുടെയും തൂക്കുകയറിൽ കുറഞ്ഞതൊന്നും ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല.